നമസ്കാരം. എനിക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയ ഒരാളാണ് ഞാൻ. അത് ഗൾഫിൽ നിന്നായിരുന്നു വരുമ്പോഴേക്കുണ്ടായിരുന്നു. അവിടെ ഒരു 10-23 ദിവസം കിടന്നു. MRI റിപ്പോർട്ട് അനുസരിച്ചിട്ട് രക്ഷപ്പെടാനൊരു ചാൻസ് ഇല്ല എന്നുള്ളതായിരുന്നു റിപ്പോർട്ട്. 0 ചാൻസ്. ചിലപ്പോൾ കുറേ കാലം കിടക്കും, അല്ലെങ്കിൽ ഒരു ന്യൂമോണിയ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ ചിലപ്പോൾ തിരിച്ചു പോകാനും മതി എന്നായിരുന്നു. അവിടുന്ന് നേരെ കൊണ്ടുവന്നത് കോഴിക്കോട് ഒരു പ്രശസ്ത ഹോസ്പിറ്റലിലേക്കായിരുന്നു. അവിടുന്ന് MRI സ്കാനൊക്കെ എടുത്ത് സെയിം റിപ്പോർട്ട്. അവിടുന്ന് 10-20 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് അവർ പറഞ്ഞ അടുത്തവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കോളൂ, അത്ര നല്ലത്, വലിയ ചാൻസ് കാണുന്നില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് നോക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ അന്വേഷണത്തിൽ ഇങ്ങനെ വലിയൊരു പഠിച്ച ഒരു പിന്നെ ജോർജ് ഒരു സ്ഥലത്തുണ്ടെന്നും അവരെന്നെ അന്വേഷിച്ചു വന്ന് അവരുടെ കയ്യിൽ നിന്ന് അവരെ കുറിച്ചുള്ള ഒരു അറിവിൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ആള് ഉണ്ടെന്നും അയാളെ കോഴി കണ്ടപ്പോൾ നല്ലൊരു ഇതാണ്. അപ്പോൾ അവിടേക്ക് കൊണ്ടെല്ലാം തീരുമാനിച്ചു. അങ്ങനെ അവിടുന്ന് ഏതാണ്ട് ഒരു 5 മാസത്തോളമായപ്പോഴേക്കും എനിക്ക് നിൽക്കാൻ കഴിഞ്ഞതിൽ ഏതാണ്ട് 1 മാസത്തോളം ആകുമ്പോഴത്തേക്കിനും എനിക്ക് പാക്കർ പിടിച്ചിട്ട് നടക്കാൻ പറ്റുന്ന ഒരു ചെറിയ കണ്ടീഷൻ. അവിടുന്ന് അധികം താമസിക്കാതെ ഞാൻ വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് നടക്കാനും തുടങ്ങി. പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയ ഒരു നേരെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നടത്തുന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. അപ്പോൾ എനിക്ക് ആ തിരിച്ചു പോകുന്നുള്ളതെന്ന് അവിടെ നമ്മൾ ഇങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നതെന്നുള്ളതാണ്. പിന്നെ അതിന് ഇപ്പോൾ അവർ ഇപ്പോൾ നന്ദി പറയേണ്ടത് ഇപ്പോൾ ഈ ടിനു സാറിനോടാണ്. അദ്ദേഹം തുടങ്ങിയ ഒരു സ്ഥാപനമുണ്ട് ഇപ്പോൾ നമ്മളെ വേങ്ങരയാണ്, മിഷൻ റീഹാബ് എന്നാണ്. അപ്പോൾ ആ സ്ഥാപനത്തിന്റെ ഒരു ഞാൻ അദ്ദേഹത്തിനോട് കാണിക്കുന്ന നന്ദിയും കൂടിയാണ് ഇപ്പോൾ ഈ വീഡിയോ. പിന്നെ നമുക്ക് തോറ്റു കൊടുക്കില്ല എന്നൊരു മനസ്സും പ്രയത്നിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ കെട്ടുപൊട്ടിച്ച് പുറത്ത് ചാടാന്നുള്ളതാണ് എൻ്റെ അനുഭവം എനിക്ക് പറഞ്ഞത് ഉള്ളത്. അപ്പോൾ അത് ആണ് എൻ്റെ അനുഭവം.